പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ലൈഫിൽ ഒരിക്കലെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് മാത്തേരാൻ. ഒരുപാട് വ്യൂ പോയിൻറ്റ്സ്, അതും നല്ല അടിപൊളി ക്ലൈമറ്റ്, മഴ തോരാതെ നിൽക്കുന്ന മഴ, ഇതൊക്കെയാണ് കേട്ടോ മാത്തേരാനെ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. നമ്മൾ നെറാളിൽ വണ്ടി ഇറങ്ങിയതിന് ശേഷം നേരെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു വണ്ടി എടുത്തിട്ട് 4-5 പേര് കൂടിയിട്ടൊരു വണ്ടി എടുത്തിട്ട് നേരെ മാത്തേരാനിൽ വരികയാണ്. വന്നിറങ്ങുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് നല്ല അടിപൊളി മഴയാണ്. ഓൺ ദി സ്പോട്ടിൽ തന്നെ നമ്മളെല്ലാവരും റെയിൻകോട്ട് ഇട്ടു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ദൂരം ചെന്നാലാണ് നമുക്ക് താമസിക്കാനുള്ള സ്റ്റേ ഉള്ളത്. അതുവരെ നമ്മൾ ഈ ബാഗൊക്കെ തൂക്കിയിട്ട് വേണം അതുവരെ നടക്കാൻ. അങ്ങനെ നമ്മൾ ഈ ഊട്ടീൻ്റെ സ്ഥിരം സ്വഭാവം കാണിക്കൽ തുടങ്ങി. അവൾ താഴെ ഇറങ്ങാണ്ടായി. നമ്മൾ അതുവരെ എന്ത് ചെയ്തു, ഈ ഒരു ബാഗൊക്കെ തൂങ്ങി അവളെയൊക്കെ പിടിച്ചിട്ട് നടന്നു. പക്ഷേ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ മാത്തേരാനിലേക്കുള്ള ഒരു ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കുട്ടികളെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റും. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള പ്ലേസാണ്. ഇടയ്ക്ക് ഈ ഒരു ടോയ് ട്രെയിൻ വരുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ. അതൊക്കെ കണ്ട് ഇതുപോലെ കുതിരകൾ ഒരുപാട് വരുന്നുണ്ട്. കാരണം നമ്മൾ നടക്കാണ്ടാത്ത ആളുകൾക്ക് ഈ കുതിരകളുടെ പുറത്ത് കയറിയിട്ട് പെയ്ഡാണ്, നമുക്കതിൻ്റെ പുറത്ത് കയറിയിട്ട് പോകാൻ പറ്റും. നമ്മളൊക്കെ നടന്നിട്ട് തന്നെയാണ് ഈ ഒരു ട്രെക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേയധികം വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അവിടെ പോയിട്ട് തിരിച്ചു വരുന്നവർ ഈ ടോയ് ട്രെയിനാണ് മോസ്റ്റ് ഓഫ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആ ടോയ് ട്രെയിൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെയിൽവേ പാളത്തിൽ കൂടെ ഒക്കെ നടക്കാൻ പറ്റും. ഒരുപാടധികം വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് നമുക്ക് പറയാണ്ട് വയ്യ. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റെയിൻകോട്ട് ഊരാണ്ടാണ് നടക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. കുട്ടികളും എല്ലാവരും റെയിൻകോട്ടിൽ നമ്മളാകെ നനഞ്ഞു കുതിർന്നിട്ടുള്ള ഒരു നടത്തം ഭയങ്കര രസമാണല്ലോ.